യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും നിഷ്കരുണം കൊലപ്പെടുത്തിയ പെരിയ കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. CPM പ്രവർത്തകരടക്കമുള്ള 10 പേർക്കാണ് കഠിന ശിക്ഷ. പ്രതികളെ സഹായിച്ച മുൻ MLA KV കുഞ്ഞിരാമൻ 5 വർഷം തടവും ശിക്ഷ വിധിച്ച് CBI കോടതി. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചുവെന്ന് കോടതി നിരീക്ഷണം. വിധിപ്പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ബിനിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. കൊലപാതകം കുറ്റം തെളിയിച്ചുകൊണ്ട്, അതിലെ ഗൂഢാലോചന അടക്കം തെളിയിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിധി. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് ബിനിൽ? പ്രതീക്ഷ, ഏറ്റവും നിർണായകമായ വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വാർത്ത. 307 പേജുള്ള വിധി പ്രസ്താവമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ കൊലപാതകവും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയും അത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്, അതായത് CBIക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ കാര്യത്തിലും 10ഉം 15ഉം പ്രതികൾക്കും അവർക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ടും അല്ലാതെയുമുള്ള പങ്കാളിത്തം സംശയലേശമന്യേ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ വിധി പ്രസ്താവം വ്യക്തമാക്കുന്നത്. അതായത് കേസിലെ 1-ാം പ്രതിയും CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന A. പീതാംബരൻ മുതൽ ഇങ്ങോട്ട് താഴേക്കുള്ള 8 പ്രതികൾ. ആ 8 പ്രതികളാണ് കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവരാണ് നേരിട്ട് കൃത്യത്തിൽ പങ്കാളികളായിരുന്നത്. അവർക്കെതിരായ കുറ്റം പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവരെ ആ കൃത്യത്തിന് വേണ്ടി സഹായിക്കുകയാണ് കേസിലെ 10ഉം 15ഉം പ്രതികളായി ചെയ്തിരിക്കുന്നത്. 10-ാം പ്രതിയായ രഞ്ജിത്തും 15-ാം പ്രതിയായ A. സുരേന്ദ്രനും അവരെ ആ കൃത്യത്തിൽ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മൊത്തം 10 പ്രതികൾക്കെതിരെയാണ് ഇരട്ട ജീവപര്യന്തം കോടതി വിധിച്ചിരിക്കുന്നത്. അവർക്ക് കൊലപാതകത്തിന് ജീവപര്യന്തം ശിക്ഷയുണ്ട്, അതോടൊപ്പം തന്നെ ഗൂഢാലോചനയ്ക്കും ജീവപര്യന്തം ശിക്ഷയുണ്ട്. അങ്ങനെയാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷയിലേക്ക് ഈ പ്രതികൾ എത്തുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് A. പീതാംബരൻ കൂടാതെ സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ജിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ്, T. രഞ്ജിത്ത്, A. സുരേന്ദ്രൻ ഇവർക്കെതിരെയാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷയുള്ളത്. അതോടൊപ്പം തന്നെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള CPM നേതാക്കളുണ്ട്. KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പേരുണ്ട്. അവർക്ക് 5 വർഷത്തെ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CB ദേവദർശനും ഈ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ CPM നേതാക്കളെ കാണാനാണ് എത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് കോടതി ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് അയക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് മുൻ ഉദുമ MLA കൂടിയായ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ കോടതി അയക്കുന്നത്. അവർക്ക് 5 വർഷത്തെ ശിക്ഷയുള്ളതിനാൽ അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു. ഇനി ഇവർക്ക് മേൽക്കോടതിയെ സമീപിച്ച ശിക്ഷ സസ്പെൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. KV കുഞ്ഞിരാമന് പുറമെ K. മണികണ്ഠൻ, KV ഭാസ്കരൻ, രാഘവൻ വെളുത്തുള്ളി ഇവർക്കെതിരെയാണ് കോടതി 5 വർഷത്തെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അവർക്ക് കേസിലെ 2-ാം പ്രതിയായ സജി C. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കുറ്റമാണ് സംശയലേശമന്യേ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM നേതാക്കൾ നേരത്തെ ജാമ്യത്തിലായിരുന്നവർ കൂടി ഈ കേസിൽ ജയിലിലേക്ക് പോവുകയാണ്. 14 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചിരിക്കുന്ന 14 പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കാനുള്ള ഉത്തരവാണ് ഇരിക്കുന്നത്. അവർക്കുള്ള ഈ ഉത്തരവിൻ്റെ പകർപ്പ്, വിധി പ്രസ്താവത്തിൻ്റെ പകർപ്പ് ഓരോ പ്രതികൾക്കും കൈമാറിയാൽ മാത്രമേ അവരെ ജയിലിലേക്ക് അയക്കാൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക കോടതി 2-ൽ നടക്കുന്നത്. ബില്ലാണ് കൊച്ചിയിൽ നിന്നും സുപ്രധാന വിധിയുടെ പൂർണ്ണ രൂപം പുറത്തേക്ക് വരുമ്പോൾ വിശദാംശങ്ങൾ നൽകിയത്.